ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണേ. ഹായ്. പിന്നെ ഒരു 7:30. ഹായ് ഹായ്. ഇതിപ്പം ഞാൻ കൗൺസിലറാണ്, നിലവിൽ കൗൺസിലറാണ്, ഇനി മത്സരിക്കുന്നൊന്നുമില്ല. കുക്കിംഗ് ഭയങ്കര പാഷൻ. അപ്പോൾ കേരളത്തിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. അപ്പം മാർക്കറ്റ് എങ്ങനെയാണ്, നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ, നമ്മളെ സ്വീകരിക്കുമോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മാഷാ അല്ലാ നല്ല രീതിയിൽ ആളുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഒരു 7:30. ഹായ്. ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴും നല്ല തിരക്ക് വരും. പിന്നെ കുഴപ്പമില്ല, ഇപ്പോൾ പാലം കഴിഞ്ഞാൽ വേറെ ടീം, ഇങ്ങനെ ഇപ്പോൾ മൊത്തം എവിടെ നോക്കിയാലും വൺ മസ്ക് ആണല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാനും എൻ്റെ 3 മക്കളും കൂടിയിട്ട് ഞങ്ങളൊരു 5:30-6 മണീൻ്റെ ഉള്ളിൽ ഇവിടെ എത്തി. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് വരുന്നത്. അപ്പം വരും, കുറച്ചൊരു 2 മണിക്കൂർ കൊണ്ട് തീരും, പോവും. ഇത്ര ഇൻഷാ അല്ലാ. അങ്ങനെ നന്നായി പോകുന്നു. ഇതേപോലെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോർമൽ ബൺ മസ്ക് ഉണ്ട്, പിന്നെ 3 ഫ്ലേവറും കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം സ്ട്രോബെറി, ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സൺഡേസിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, ഇപ്പോൾ കഴിഞ്ഞ സൺഡേയിലാണ്, ഞങ്ങൾ ആകെ 12 ദിവസമായിട്ടുള്ളൂ. കഴിഞ്ഞ സൺഡേയിലാണ് ബട്ടർ സ്കോച്ച് കൊണ്ടുവന്നത്. ഇപ്പം ഇനിയൊരു സൺഡേ വരുമ്പം അടുത്തത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആണ്. അങ്ങനെയൊക്കെ പോണ്. ക്രീംസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ബണ്ണ് നമ്മൾ വാങ്ങുന്ന പുറത്തുനിന്ന്. ബണ്ണ് ഉണ്ടാക്കാനുള്ള അത്രമാത്രക്കൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പം ക്രീംസ് എല്ലാം ഉണ്ടാക്കും. പിന്നെ മക്കളുടെ സപ്പോർട്ട് തന്നെയാണ് മെയിനായിട്ട് പറയേണ്ടത്, അവരുടെ സപ്പോർട്ട്. കാരണം ക്ലാസ്സിന് പോയിട്ട് ഇപ്പോൾ മൂത്താൾ +2 ആണ്, രണ്ടാമത്തെ ആൾ 9th, ചെറിയ ആൾ UKG. ഇപ്പോൾ ഇവരുടെ എല്ലാവരും, ഇപ്പോൾ അവന് ചെറിയ ആളിനെ കൊണ്ട് പറഞ്ഞാൽ ഇവിടെ വന്ന് അടങ്ങിയിരിക്കണമല്ലോ നമ്മൾ ഈ ചെയ്യുന്ന അത്രയും സമയം. അപ്പം മക്കളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, സന്തോഷം. പിന്നെ വരുന്നവരൊക്കെ പാർസൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം സന്തോഷം. കാരണം ഫ്രണ്ട്സുകളുടെ കൂടെ വന്ന് കഴിച്ചിട്ട് പോയിട്ട് വീട്ടിൽ നിന്ന് ആളുകളെ കൂട്ടിയിട്ട് വന്നിട്ട് വാങ്ങി പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. അടുത്ത സൺഡേയിൽ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്നവർക്ക് ഒരിക്കലും മടുപ്പുണ്ടാവില്ല. മടുപ്പുണ്ടാവരുത്, അതാണ്. കാരണം ഇപ്പം ചിലവർക്ക് ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പം ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഇതുപോലെ കൊണ്ടുവരണം. ആളുകൾക്ക് മടുക്കരുത്, നമ്മളിങ്ങനെ വെറൈറ്റി കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം എന്ന് വിചാരിക്കും. റേറ്റ് നോർമൽ മസ്കാബാണ് 35 വരുന്നത്. ഇറാനി ചായയാണ് കൂടെ കോംബോ വരുന്നത്, 15 റുപ്പി. അപ്പം രണ്ടും കൂടി വരുമ്പോൾ 50. പിന്നെ ക്രീംസ് ബണ്ണ് വരുന്നത് 45 ആണ് വരുന്നത്. എല്ലാ ക്രീമിനും 45 ആണ്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം മാനൂർ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ താഴത്തേക്ക് കട്ടൻ ചായ എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ തൊട്ടടുത്താണ് ഉള്ളത് ഇപ്പം. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള ആളുകൾ ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ മാനൂർ ബ്രിഡ്ജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടാണ് ആളുകളൊക്കെ, സന്തോഷം. ഇപ്പോൾ ഒറ്റപ്പാലം മാനൂർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുണ്ട്. ഈ വഴി കൂടെ പോകുന്നവരൊക്കെ വരിക, സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ നിന്നറിയോ, എനിക്ക് നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്ന് നന്നായിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇവിടെ ഒരുപാട് ക്രീം തേച്ച് തരുന്നുണ്ട്. പക്ഷെ എനിക്കതൊരു നമുക്കൊരു തൃപ്തി. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും ക്രീം തേച്ച് കൊടുക്കണം എന്തിനാന്ന്. പക്ഷെ എനിക്കതൊരു തൃപ്തിയാണ് മനസ്സിലേക്ക്. നമ്മൾ വെറുതെ കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണേ. ഹായ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ. കുറേ നാളായി കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോഴാണ് ഒറ്റപ്പാലത്തെ കൂടെ പോകുമ്പോൾ ഈ ആൾക്കൂട്ടം കണ്ട് നമ്മൾ നിർത്തിയത്. അപ്പോൾ സംഗതി ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ബൺമസ്ക വിൽക്കുന്ന ഒരാളാണ്. ആൾ കൗൺസിലറാണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ്. എന്തായാലും നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. ക്രീമിൻ്റെ അതിപ്രസരം കേട്ടോ, കണ്ടമാനം ക്രീമുണ്ട്. ഇത്ര ക്രീം എല്ലാവരും കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് ഇവരുടെ മോനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ മുക്കിയിട്ട് തന്നെ കഴിക്കണം പറഞ്ഞു. അത് മുക്കിയിട്ട് കഴിക്കാൻ പോവാം. വെറുതെ അല്ല, ഇത് വൈറലാണ് കേട്ടോ. ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇത് കഴിക്കുമ്പോൾ തോർത്തോ ടിഷോ എന്തെങ്കിലും കയ്യിൽ വെക്കണം. കാരണം ഇത് കഴിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കണ്ട ക്രീമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പാലം ഭാഗത്ത് കൂടെ പോകുമ്പോൾ എന്തായാലും വന്ന് കഴിച്ചു നോക്കുകയും. ഞാൻ നോർമലാണ് കഴിച്ചത്. അതിന് വെറൈറ്റി ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. എല്ലാ ആഴ്ചയും എനിക്ക് തോന്നുന്നു വ്യത്യസ്തം കൊണ്ടുവരാൻ ആഗ്രഹിക്കണം. നല്ലൊരു
കച്ചവടം ചെയ്ത് ആളുകളെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും അവർക്കും എല്ലാ ആശംസയും. വന്ന് കഴിച്ചിട്ട് നിങ്ങളെ കമൻ്റൊക്കെ ഇടി. പിന്നെ നല്ല കിടിലൻ വൈബ് സ്ഥലം. പിന്നെ ഇത് ജസ്റ്റ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളി. അപ്പോൾ ടാറ്റ കൊടുത്താ ഓക്കെ.